കോഴിക്കോട്, പൊന്നാനി, തിരൂർ. ചോദ്യം, കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന പട്ടണം ഏത്? ആൻസർ ഓപ്ഷൻസ് ആർ കോഴിക്കോട്, പൊന്നാനി, തിരൂർ. Your time starts now. Stop your timer. Stop the timer. Stop the timer. Stop the timer, please. ഇനി ഉറപ്പല്ലേ ഇത് ചോദിക്കല്ലേ? കോഴിക്കോട് എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. പൊന്നാനിയിൽ 4 ലക്ഷം, തിരൂരിൽ ഒന്നുമില്ല. പൊന്നാനി. ഒരു കാര്യം പറയാനുണ്ട്. പലപ്പോഴും ഇവിടെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഒരു ആൻസറിന്റെ മുകളില് പൊന്നാനി. ഇത്രയും റൗണ്ടുകൾ നന്നായിട്ട് വന്നതല്ലേ? 60 സെക്കൻഡ് ഇല്ലായിരുന്നോ? വൈ ഡോണ്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? എല്ലാ കാര്യങ്ങളും കുറച്ച് ആലോചിച്ച് ചെയ്യണ്ടേ? മണി ഹാൻഡ്ലിംഗിൽ ഭയങ്കര കക്ഷിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പൊന്നാനിയാ. ഓക്കെ, സ്റ്റെപ്പ് അപ്പ്. കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന പട്ടണം ഏത്? കോഴിക്കോട് എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. പൊന്നാനിയിൽ 4 ലക്ഷം, തിരൂരിൽ ഒന്നും ഇല്ല. പൊന്നാനി ശരിയായ ഉത്തരം ആണെങ്കിൽ 4 ലക്ഷവുമായി 7ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ മെക്ക നിങ്ങളെ സഹായിക്കുവോ? സഹായിക്കും. ഷുവർ ആണോ? നോക്കാം. Stop or drop? എന്താ എത്തി? എന്താണ് ഇപ്പൊ പറഞ്ഞത്? എന്താണ് ഷംജാസ് എന്താണ് പറഞ്ഞത്? തിരൂരാണ്. തിരൂരാണെന്ന് പറഞ്ഞോ? എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നിയോ ഷംജാസ്? തിരൂരാണെന്ന് തോന്നുന്നു. ഷംജാസ് കാല് മാറി. അറിയാം. പെട്ടെന്ന് കാല് മാറില്ല. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. 4 ലക്ഷം പൊന്നാനിയിൽ, തിരൂരിൽ ഒന്നും ഇല്ല. ഇറ്റ് ഇസ് 4 lakhs or nothing. Top or drop? It is the right answer. കൊടുകൈ. Hello team. പൊന്നാനി is the right answer. വീണ്ടും ചിരി. എന്തോ ചിരി ഇത്. എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ചിരി കാണിച്ചിട്ട്? ചിരി കുറേ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് ചിരിച്ചിട്ടാണ്. അഡ്മിഷൻ നാളെ ജോലി കിട്ടാൻ പോകുന്നത് ചിരിച്ചിട്ടാണ്. എന്നെ ചിരിച്ചാലേ ഒരു സാറുമാരും ചീത്ത പറയാറില്ല. ഇല്ല അല്ലേ? എന്നിട്ടാണ് വഷളായി പോയത്. അച്ഛനും അമ്മേന്റെ അടുത്തും ഇങ്ങനെയാണോ ചിരിച്ചു കളിക്കുക അല്ലെ? ദൈവം അറിഞ്ഞു തന്നതാ തോന്നുന്നല്ലേ? അത് നിങ്ങൾ മാക്സിമം മുതലാക്കിയിട്ടുമുണ്ട്. 4 ലക്ഷവുമായി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താണ് പറയാനുള്ളത്? We are very happy. You're very happy. Yes. അപ്പോ ഫ്രാൻസ് എന്തായാലും സംഭവിക്കും. Yes. പിന്നെ അത് കൂടാതെ ഞങ്ങൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾറെഡി ഓഫർ ഉണ്ട്. Okay. We are going to go for France. അത് ആരാ അങ്ങനെ ഓഫർ വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ one of the uncle. Not bad.
So you're definitely going to France then. Yes. ഈ വർഷം നടക്കുവോ? Yes. അരെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഒരു ലോങ് ഹണിമൂൺ പ്രതീക്ഷിക്കുക അല്ലേ? അപ്പൊ ഇറ്റ് ഇസ് ഓൾ സ്പോൺസർഡ് ഓൾറെഡി. നോക്കാം ഗെയിം പൊസിഷൻ. ഓക്കെ, ഗെയിം പൊസിഷൻ പ്ലീസ്. രണ്ടാമത്തെ ചോദ്യത്തിൽ തുടങ്ങിയ കുറഞ്ഞു വരില്ല. ഇപ്പം ആറാമത്തെ ചോദ്യവും കഴിഞ്ഞ് 4 ലക്ഷം കയ്യിലുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 7th question is next. Are you ready for the categories? Yes. Yes, we are ready. But before that, there's one more change. Yeah. One more option. Yes, that's right. One more answer option ഞാൻ കുറയ്ക്കുന്നു. 2 answer options ആണ് ഇപ്പോൾ ഉള്ളത്. You can place your money in one. Ready for the categories? Yes. Categories for the last question are മുദ്രാവാക്യം ദൂരം. 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 ഓക്കെ, സെലക്ടഡ് കാറ്റഗറി ദൂരമാണ്. കാരണം ദൂരം പോവാൻ പോവാണ് ഫ്രാൻസിലേക്ക്. ആൻസർ ഓപ്ഷൻസ് നോക്കാം. For ദൂരം, കേരള തീരപ്രദേശം 500 കിലോമീറ്റർ. ചോദ്യം നോക്കാം. ഇതിൽ ഏതിനാണ് ദൂരം കുറവ്? ആൻസർ ഓപ്ഷൻസ് കേരള തീരപ്രദേശം ആൻഡ് 500 കിലോമീറ്റർ. സമയം തുടങ്ങിയിരിക്കുന്നു. എനിക്കറിയില്ല. സഞ്ജിക്ക് അറിയോ? കേരള തീരപ്രദേശം 590 കിലോമീറ്റർ, 590. Sure? കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം 590. I don't just right answer. Sure. Yes. ഏറ്റവും കുറവ് ഇതിൽ ഏതിനാണ് ദൂരം കുറവ്? കേരള തീരപ്രദേശം 590. 30 seconds remaining. ഒരു സംശയമില്ല. Stop the time. കയ്യിലൊരു കോടി. Are you ready? Yes. പറയേണ്ട അധികാരം ഞാൻ തന്നിട്ടുണ്ട്. Ibtisam, you agreeing with your husband? Yes. 10, 9, 8, 7, 6, 5, 3, 2, 1. Time is up. And ഒരു കൈയടിയും കൂടെ for keeping it really, really soon. അവസാനത്തെ ചോദ്യത്തിൽ യാതൊരു വിധത്തിലും ഡൗട്ട് ഇല്ലാതെ വേഗം ആൻസർ വെച്ചു. അമൗണ്ട് വെച്ചു ആൻസറിന്റെ മുകളിൽ. കേരള തീരപ്രദേശത്തിന് എത്രയാണ്? 590. കോഴിക്കോട് ബീച്ചിലിരിക്കുമ്പോൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ട്, ഇത് വലത്തോട്ടും തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും ഇങ്ങനെ ലോങ് വ്യൂ വി ക്യാൻ സീ. അപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇത് എത്ര ഉണ്ട്. അങ്ങനെ ഒരിക്കലും ആഗ്രഹത്തോടെ നോക്കിയിരുന്നു. 590 കിലോമീറ്റേഴ്സ്. Still a close figure ആണല്ലേ? From 500 kilometers? Just 90 kilometers. Sure ആണോ? 4 ലക്ഷം കൊണ്ടുപോകും. Sure ആണ്? 4 ലക്ഷം ഒരു ടൂറിസ്റ്റ്. ഫ്രാൻസ്. ഫ്രാൻസ് സ്പോൺസേർഡ്. ഫ്രീ. Yes. അവിടെ ചെലവാക്കും 4 ലക്ഷം രൂപ. Yes. എന്തുകൊണ്ടാ? This is for shopping. This is for shopping. അത്രയ്ക്ക് ഇഷ്ടമാണോ ഷോപ്പിംഗ്? Somewhat. She wants- പാരീസ്, ഐഫൽ ടവർ, മിലാൻ. I've seen a dream like ഞാൻ അവളെ ഇങ്ങനെ carry ചെയ്യുന്നത്. I'll just show. Sure. My God. I'll take her like this in Paris. ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ചിലപ്പോൾ തട്ടി വീഴും. ഓക്കെ, സ്റ്റെപ്പ് അപ്പ്. കേരള തീരപ്രദേശം ശരിയായ ഉത്തരം ആണെങ്കിൽ സൂര്യ ടിവിയുടെ 1 ലക്ഷം രൂപയുണ്ട്. ഒരു ലക്ഷം രൂപ ഞാൻ ഇവിടെ വെക്കുന്നു. അഥവാ if your maths is wrong. അപ്പോ കോഴിക്കോട് ബീച്ചിൽ കാറ്റ് കൊള്ളാനിരുന്നത് കോഴിക്കോട് ബേപ്പൂർ ബീച്ച്. വെറുതെ ആയില്ല എന്ന് ഉറപ്പാണോ? കേരള തീരപ്രദേശം 1 ലക്ഷം രൂപ, 500 കിലോമീറ്റർ എന്ന ആൻസർ ഓപ്ഷനിൽ 4 ലക്ഷം രൂപ. രണ്ടും തമ്മിൽ 3 ലക്ഷത്തിന്റെ വ്യത്യാസമുണ്ട്. It's a big amount. You're going to take your money? Yes. ഇത് തിരിച്ചു കൊടുക്കാൻ പോവാണോ? തീർച്ചയായും കൊടുത്തേക്കാം. വേണ്ടല്ലേ? Sure. Sure. അപ്പൊ ഒരുമിച്ച് പറയോ? ടോപ്പ് ഓർ ഡ്രോപ്പ്? Okay, 1, 2, 3. Top or drop?
അവിടെ എടുത്തു. കാശാര എടുക്കാൻ പറഞ്ഞു എടുത്തു. 4 ലക്ഷം രൂപ ആരാ തൊടാൻ പറഞ്ഞ? അവിടെ വെക്കണേ. എടുത്തുചാട്ടം, എന്തോരം എടുത്തുചാട്ടം. My God. Okay, 4 ലക്ഷം രൂപ. You deserve this. Our prize money is sponsored by Dhatri, and this totally belongs to you. Okay. So, എന്താണ് വീട്ടില് വല്ലതും പറഞ്ഞു വെച്ചിട്ടാണോ ഇവിടെ വന്നത്? ഫ്രാൻസിലേക്കുള്ള ട്രിപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ. അതൊന്ന്. രണ്ട്, പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ക്യാഷ് എമൗണ്ട് ഉണ്ട്. ആ റിലേറ്റീവ്സിന്റെ വക. അതെ. ഭയങ്കരാണല്ലോ. എന്താ അത്രയ്ക്കൊരു ചാലഞ്ച് ആയിരുന്നു ഇവിടെ വന്ന് ഇത് മത്സരിച്ച്? Yes, it's actually determination. ഡിറ്റർമിനേഷൻ. Just like നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് നേടാം എന്നുള്ള ഡിറ്റർമിനേഷൻ. Which is promoted by my father. ഉപ്പയുടെ പേരെന്താ? ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ. ഷംസുക്ക, അസ്സലാമു അലൈക്കും. സുഖാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വക ഒരു സലാമുണ്ട് കേട്ടോ. ആൻഡ് ഇത്തി ഡോട്ടർ ഇൻ ലോ ഇത്തി 4 ലക്ഷം രൂപയാണ് കയ്യിൽ പിടിക്കുന്നത്. ആൻഡ് കം ഹിയർ. യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവർ സൺ ഓൾസോ. നിങ്ങൾക്ക് പ്രൗഡാവാം. പറയാൻ നാളെ നാട്ടുകാരുടെ അടുത്ത് പോയി പറ എന്റെ മോൻ 4 ലക്ഷം രൂപയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെന്ന് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് മാത്രല്ല ഇനിയുണ്ട്, അറിയില്ലേ? ഗിഫ്റ്റ് ഹാമ്പർ ഫ്രം വിവൽ, our main sponsors. ജി വീട്ടിൽ പോയി നന്നായി ഒന്ന് കുളിച്ചേക്ക്. And one more thing. We are the youngest couples. Youngest couples in your family? No. Oh, youngest. In your program. In our program, of course. എന്നെ ഓർമ്മിപ്പിച്ചത് താങ്ക് യു വെരി മച്ച്. അത് മാത്രല്ല ജോസ്കോ ജുവല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്, which she totally deserves. Yes. Yes. And ജോസ്കോ ജുവല്ലേഴ്സിന്റെ ഗിഫ്റ്റ് വൗച്ചർ 10,000 രൂപയുടെയാണ്. ആൻഡ് another 10,000 രൂപയുടെ ഫ്രാൻസിസ് ആലുക്കാസിന്റെ ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചർ. That also you don't deserve. എന്റെ ഉമ്മക്കൊന്ന് വാങ്ങിച്ചു കൊടുത്തേക്ക്. താങ്ക് യു വെരി മച്ച്. അബുദാബിയിലെ സ്വിമ്മിംഗ് പൂൾ ബിസിനസ് ഒക്കെ നന്നായി വരട്ടെ. സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നീന്താൻ തുടങ്ങിക്കോളൂ. കുറച്ച് വീട്ടൊക്കെ കുറഞ്ഞ് അടുത്ത പ്രാവശ്യം ഇവിടെ ഞാൻ വീണ്ടും കാണുമ്പോൾ 11 പോലെ ഉണ്ടാവണം. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ്സിനെ വീണ്ടും വെൽക്കം ചെയ്യുന്നതിന് മുൻപേ did you have a good time? Really, yes. പറഞ്ഞേക്കോ we had a great time. We had a very great time. Okay, so അടുത്ത മത്സരാർത്ഥികളെ ക്ഷണിക്കുന്നതിന് മുമ്പ് let's go for a short break on Vival. കയ്യിൽ 1 കോടി. Are you ready? Welcome back to Vival Kayil 1 കോടി. Are you ready? Powered by Josco Jewellers. പ്രണയിച്ച് തീരാത്ത പ്രണയ ജോഡികൾ 4 ലക്ഷവുമായി ഫ്രാൻസിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ 1 കോടി രൂപ സ്വന്തമാക്കാൻ നമ്മുടെ അടുത്ത മത്സരാർത്ഥികള് ഗുരുവായൂരിൽ നിന്നും വരുന്നു. They are ബിന്ദു and ഷീജ. വെൽക്കം ചെയ്യാം. നമസ്കാരം ഷീജ, സുഖാണോ? സുഖായിരിക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു രണ്ടുപേരും? ഹൗസ് വൈഫ്സ് ആണോ അതോ ജോലി എടുക്കുന്നുണ്ടോ? ഞാൻ ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലി ചെയ്യുന്നുണ്ട്. എത്ര കാലമായി ജോലി എടുക്കുന്നത്? എനിക്ക് 10 വർഷമായി. 10 വർഷമായി. ഓ, സീനിയർ പോസ്റ്റിലാണപ്പോ എന്ന് പറയാം. ഓക്കെ, മക്കളെ നോക്കിയിരിക്കുന്നു. മക്കളെ നോക്കിയിരിക്കുന്നു. എത്ര പേരുണ്ട്? 2 മക്കളുണ്ട്. ഒരാളിപ്പോ 10th അല്ല, ഒരാളിപ്പോ 10th കഴിഞ്ഞു. കഴിഞ്ഞു. 4ലേക്ക്. ഗുരുവായൂരിലേക്ക് എപ്പോഴാണ് ലാസ്റ്റ് പോയത്? പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാൻ പോയത് വ്യാഴാഴ്ച. അപ്പോ തൊട്ടടുത്ത് തന്നെയാണോ താമസം? ഒരു 20 മിനിറ്റിന്റെ ദൂരമുള്ളൂ. വാവ്, എത്ര കൺവീനിയന്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂർ പോവാൻ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട്. ഈയിടെ റീസെന്റ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാനും പ്രജിത്തും കൂടെ കണ്ടു പേപ്പറിൽ കാണാം. സോ 1 കോടി രൂപ കിട്ടണമെന്ന് ആരാണ് ആദ്യം SMS അയച്ചത്? എന്റെ മകള്. മകളാണ് അയച്ചത്. 10th പഠിക്കുന്ന ആളാണോ? അത് ശരി. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് SMS അയച്ചു.
സെലക്ഷൻ കിട്ടിയപ്പോൾ എന്ത് തോന്നി? സെലക്ഷൻ കിട്ടുമ്പോ ഗുരുവായൂരപ്പന്റെ നടക്കി നിൽക്കുമ്പോഴാണ് വിളിച്ചത് ഓഡീഷന് വേണ്ടിട്ട്. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അങ്ങനെ ഭാഗ്യം. അതെ, എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരാള് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്യുന്ന സമയത്താണ് കോൾ വന്നത്. അവിടുന്ന് വിളിച്ചേ. വെരി നടക്കി നൈസ്. നിൽക്കായിരുന്നു. അപ്പൊ ഗുരുവായൂരപ്പ ശരിക്കും വിളിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഞങ്ങളെ വിശ്വാസവും ഓക്കെ, ദൈവം എന്തായാലും അതുവരെ എത്തിക്കട്ടെ. 1 കോടി രൂപയുമായി എന്താണ് സ്വപ്നം? എന്തായാലും നല്ല ഇതൊക്കെയാണ് നല്ല സ്വപ്നങ്ങൾ. കാര്യങ്ങള് ചെയ്യണം. എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങള് സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ആഹാ, അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരും സാധാരണ ആൾക്കാരാണ്. അതെ. അപ്പൊ അവർക്ക് സഹായിക്കുക. ഒരു സ്ത്രീ ആവുമ്പോൾ തന്നെ, ഒരു അമ്മയാവുമ്പോൾ തന്നെ കുടുംബത്തിനെ രക്ഷിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു ടാസ്ക് അല്ലേ? അപ്പൊ ഈ 1 കോടി രൂപ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1 കോടി രൂപ വരൂ, ഇത് നിങ്ങളുടേതാണ്. യെസ്, 1 കോടി രൂപ നിങ്ങളുടേതാണ്. ആ ഒരു വിശ്വാസത്തിൽ വേണം ഇനിയുള്ള പോക്ക്. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മുടെ പ്രൈസ് മണി സ്പോൺസർഡ് ബൈ ധാത്രി. സോ തുടങ്ങാം. ഓക്കെ, ലെറ്റ് us play വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? ഓരോ ചോദ്യങ്ങൾക്കും ഈ 2 കാറ്റഗറീസ്. ലെറ്റ്സ് സീ ദ കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1. ജില്ലകൾ, രാഷ്ട്രീയം. ജില്ലകൾ. ജില്ലകളാണോ? ഓക്കെ, ജില്ലകൾ. ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് നോക്കാം. കണ്ണൂർ, വയനാട്, പാലക്കാട്, കാസർഗോഡ്. ചോദ്യം നോക്കാം. യക്ഷഗാനത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻസ് ഇതാണ്: കണ്ണൂർ, വയനാട്, പാലക്കാട്, കാസർഗോഡ്. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. വെച്ച് തുടങ്ങിക്കോളൂ. ഫാസ്റ്റ് ആയിട്ട് വെച്ചോളൂ, സമയം കിട്ടില്ല. നാൽപ്പത് സെക്കൻഡ് ബാക്കിയുണ്ട്. മുപ്പത് നിമിഷം ബാക്കി. ഇരുപത് സെക്കൻഡ് ബാക്കി. കണ്ണൂരിൽ ഒന്നുമില്ല, വയനാട്ടിൽ 6 ലക്ഷം, പാലക്കാടിൽ 8 ലക്ഷം, കാസർഗോഡിൽ 86 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ? വേണ്ടയോ? വേണ്ട. ഷുവർ ആണ്? പിന്നെ എടുക്കാം. ഓക്കെ, പോസ്റ്റ്പോൺമെന്റ് അല്ലേ? ഷുവർ ആണെങ്കിൽ എന്തിനാ പിന്നെ സ്പ്ലിറ്റ് ചെയ്തേ? ഇരിക്കട്ടെ. എങ്ങാനും പോയാലോ? വയനാട്ടില് 6 ലക്ഷം, പാലക്കാട് വെച്ച് 8 ലക്ഷത്തിന് വിലയില്ലേ?